ലോകവാഴ്ച ദുർഭരണം അസ്തമിപ്പാൻ കാലമായി. ദൈവരാജ്യം സൽഭരണം ആരംഭിപ്പാൻ നേരമായി. ദൈവരാജ്യം സൽഭരണം ആരംഭിപ്പാൻ നേരമായി. വാനം ഭൂമി പണിയെല്ലാം അഴിഞ്ഞിടാൻ കാലമായി. നീതി സൂര്യൻ ശോഭയോടെ ഉദിച്ചിടാൻ നേരമായി. നീതി സൂര്യൻ ശോഭയോടെ ഉദിച്ചിടാൻ നേരമായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വന്നിടുവാൻ കാലമായി. പ്രിയൻ മുഖം കണ്ടിടുവാൻ ആനന്ദിപ്പാൻ നേരമായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉത്സാഹത്തോടെ നിങ്ങൾ കടന്നു വന്നു, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ദൈവവചനം പഠിപ്പാനുള്ള നിങ്ങളുടെ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ അല്പം നേരത്തെ നിർത്തിയത് പല പ്രിയപ്പെട്ടവരും എന്നോട് ചോദിച്ചു. ചിലരെന്നോട് ചോദിച്ചു, ഞങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ടാണോ നിർത്തിയത്? ഞാൻ അല്ല, പറഞ്ഞ വിഷയം അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ അത് വെറുതെ ഒത്തിരി എക്സ്പാൻഡ് ചെയ്യണ്ടല്ലോ എന്നോർത്തത് കൊണ്ടാണ് നിർത്തിയത്. അതുകൊണ്ട് ഇന്ന് അല്പം മുൻപോട്ട് പോകും, എന്നാലും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിർത്തും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടരാം. വിശേഷിച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സഹോദരന്മാരിൽ ചിലരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടത് അതെനിക്ക് വളരെ സന്തോഷം തോന്നി. പകൽ സമയത്തെ അധ്വാനത്തിനൊക്കെ ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എന്നാൽ ദൈവത്തെയും അവിടുത്തെ വചനത്തെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത്ര പെയിൻ എടുത്ത് നിങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം പഠിപ്പിക്കുന്നത് അത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമുക്ക് താഴ്മയോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ നിന്ന് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ളതാകുന്ന ആ വേദഭാഗം നമുക്ക് ഒന്ന് വായിക്കുകയും ആ വേദഭാഗത്ത് നിന്ന് തുടർന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ളതാകുന്ന വേദഭാഗം. അത് തന്നെ. ആകാശം പൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകയും അതിലുള്ള സകലവും എരിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ സകലതും നശിച്ചു പോകുവാനുള്ളതാകിയാൽ ദൈവത്തിന്റെ ദിവസത്തിനായി കാത്തിരുന്ന് അതിനെ ത്വരിതപ്പെടുത്തുകയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരുമായിരിക്കണം. ആ ദിവസത്തിൽ ആകാശം അഗ്നിയാൽ നശിക്കുകയും മൂലവസ്തുക്കൾ ഉഗ്രതാപത്തിൽ ഉരുകിപ്പോവുകയും ചെയ്യും. നാമോ അവിടുത്തെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കർത്താവിൻ്റെ മടങ്ങിവരവ്, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനേകർക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളും അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളും അതിനോട് ബന്ധപ്പെട്ടുള്ള ജീവിത രീതിയും ആ വെളിച്ചത്തിലാണ് പത്രോസ് അപ്പോസ്തലൻ ഈ വരികൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് വരും. എന്നാൽ
ദൈവം എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പഴയ സൃഷ്ടിയിൽ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതുപോലെ തന്നെ ദൈവം ഇൻ്റർവീൻ ചെയ്യും, ദൈവം ഇടപെടും എന്നുള്ള കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. അതിൻ്റെ ശേഷം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, ദ സീമിങ് ഡിലേ ഓഫ് ദ ലോർഡ്സ് റിട്ടേൺ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു എന്ന തോന്നൽ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പറഞ്ഞു. പ്രധാനമായിട്ട് അത് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല, പക്ഷെങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നു. എന്തുകൊണ്ടങ്ങനെ തോന്നുന്നു? ആ കാര്യം അപ്പോസ്തലൻ പറഞ്ഞു. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് താൻ പറഞ്ഞു. ഒന്ന്, ടൈമെന്നുള്ളത്, കാലമെന്നുള്ളത് നമ്മൾ വീക്ഷിക്കുന്നതും ദൈവം വീക്ഷിക്കുന്നതും തികച്ചും 2 തലങ്ങളിലാണ്. ദൈവത്തിന്, നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കാലങ്ങളുള്ളത്. ടൈംസ്, ദൈവത്തിൻ്റെ ആ ചിന്ത, ദൈവത്തിന് ഫോർ ഹിം എവ്രി ടൈം ഈസ് ആൻ ഇറ്റേണൽ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള പ്രസൻറ്റ് ടെൻസിലാണ് ദൈവം എല്ലാത്തെയും കാണുന്നത്. കഴിഞ്ഞു പോയതെന്നോ വരുവാനുള്ളതെന്നോ എന്ന അർത്ഥത്തിലല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോഴുള്ളതുപോലെയാണ് കാണുന്നത്. സോ as far as God is concerned, God's perspective on time is altogether radically different from human perspective of time. ദൈവത്തിൻ്റെ ആ വീക്ഷണകോണും മനുഷ്യൻ സമയത്തെ കാണുന്നതും വ്യത്യസ്തമാകുന്ന തലങ്ങളിലാണ്. അത് ഒന്നാമത്തെ കാരണമായിട്ട് why it seems that the Lord did not come, കർത്താവ് എന്തുകൊണ്ട് വന്നില്ല എന്ന് തോന്നുന്നു എന്നതിൻ്റെ വിശദീകരണമായിട്ട് പത്രോസ് അപ്പോസ്തലൻ അത് പറഞ്ഞു. നമ്മളത് കണ്ടു. രണ്ടാമതായിട്ട് അതിനൊരു കാരണം കൂടെ പറഞ്ഞു. കർത്താവിൻ്റെ ആക്ച്വലി കർത്താവിൻ്റെ വരവിൻ്റെ താമസമെന്നുള്ളത് ഈസ് ഈക്വൽ ടു ഗോഡ്സ് മേഴ്സി. കർത്താവിൻ്റെ വരവ് താമസിച്ചു എന്നുള്ളത് സത്യത്തിൽ എന്താ? അത് ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നിച്ഛിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? ദീർഘക്ഷമ കാണിക്കുകയാണ്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദർ ഇസ് നോ ഡിലേ, ഇറ്റ് ഈസ് ഓൺലി മേഴ്സി. അത് പറയുക, ഇറ്റ് ഈസ് ഓൺലി മേഴ്സി ടുവേർഡ്സ് ദ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരോടുള്ളതാകുന്ന ദൈവത്തിൻ്റെ കരുണ. അതാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ ദയ എന്തിലേക്ക് നമ്മളെ നടത്തണം? മാനസാന്തരത്തിലേക്ക്. സോ ഗോഡ് ഗിവ്സ് ടൈം ഓർ ഇറ്റ് സീംസ് ഡിലേഡ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിലേ, ഇറ്റ് ഈസ് എ മേഴ്സി. അതാ പത്രോസ് പറയും, ഇറ്റ് ഈസ് എ മേഴ്സി. അത് കരുണ കാണിക്കുക, അത് ദീർഘക്ഷമ കാണിക്കുകയാണ്. അത് പറഞ്ഞ ശേഷം ഈ 10 മുതൽ 13 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദിവസമെന്നും കർത്താവിൻ്റെ ദിവസമെന്നും ഒന്നിനു പകരം മറ്റൊന്ന് ഇൻ്റർചേഞ്ചബിൾ വാക്കുകളിൽ കർത്താവിൻ്റെ ദിവസമെന്നും ദൈവ ദിവസമെന്നും വിളിക്കുന്ന കർത്താവിൻ്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും, കർത്താവിൻ്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും 1-2 വാക്കുകളിൽ പത്രോസ് പറയുക. അത് പറയുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും നമ്മളത് അടിവരയിടണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയുവാനുള്ള ജിജ്ഞാസയ്ക്ക് പരിഹാരം വരുത്തുവാനല്ല തന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ എൻഡ് ടൈം ഈവൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സെൻസേഷണലൈസ് ചെയ്യുന്നൊരു വിഷയമാണ്. സെൻസേഷണലൈസ് ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഇവിടെ സംഭവിച്ചു, അതങ്ങനെയാണ് ഇതങ്ങനെ.
അങ്ങനല്ല കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ലോകത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ അങ്ങോട്ടാകരുത് ഫോക്കസ്. കർത്താവിൻ്റെ വരവാ ഫോക്കസ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവ് വരുന്നതാ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഫോക്കസ്, അല്ലാതെ ലോക സംഭവങ്ങളല്ല ഫോക്കസ്. ഇന്ന് പലപ്പോഴും ഈ മാർക്കറ്റ് കിട്ടുന്ന ഏതാണെന്നറിയാമോ? അവിടെ അത് സംഭവിച്ചു, ഇവിടെ ഇത് ചെന്തു, ഇതെല്ലാം കൂട്ടി അവിടെ പശുവിനെ മേടിച്ച് ഇപ്പം നിർത്തിയേക്കുക. What does it mean to us? It means nothing to us. Let me be clear about that. It means nothing. It means nothing. അതല്ല വിഷയം. കർത്താവിൻ്റെ വരവ് എന്നാ ഒരു നിശബ്ദത. ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിശബ്ദത ഉണ്ടാക്കി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാ. നത്തിങ് മാറ്റേഴ്സ്. അത് ഇനി പത്രോസ് ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അനന്തര സംഭവങ്ങൾ അല്ലെ അതിനനുബന്ധമാകുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നുമല്ല വിശദീകരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ നോട്ട് ടു quench our curiosity. നമ്മുടെ ആ ജിജ്ഞാസയ്ക്കൊരു പരിഹാരം തരാൻ വേണ്ടിയിട്ട്, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനുള്ള വ്യഗ്രതയ്ക്കൊരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ടല്ല കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ എന്തുവാ? ഇവിടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നിങ്ങൾ എത്ര, ശ്രദ്ധിച്ചേ, അവിടെ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാകണം. അപ്പം the doctrine of the coming of the Lord is a godliness promoting doctrine. അതായത് കർത്താവിൻ്റെ വരവ് എന്നുള്ള ഉപദേശം എന്തിനു വേണ്ടിയുള്ള ഉപദേശമാണ്? ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉപദേശമാണ്. ഫോക്കസ് മാറരുത്. ജിജ്ഞാസയെ, നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് പരിഹാരം വരുത്താനുള്ള ഉപദേശമല്ല കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഉപദേശം. പിന്നെയോ ഭക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനം, അല്ലെ ഇൻസെൻറ്റീവ്. നമുക്ക് മനസ്സിലാകുമല്ലോ ആ ഭാഷ. ജോലി ചെയ്യുന്നിടത്ത് ഇൻസെൻറ്റീവ്. എന്തിനാ ഇൻസെൻറ്റീവ് തരുന്നേ? ഒരു ഇൻസെൻറ്റീവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രൊമോട്ട് ചെയ്യുക. വേറൊരു കാര്യം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസെൻറ്റീവ് തരുന്നത്. അതുപോലാണ് ഇതൊരു ഇൻസെൻറ്റീവാണ്. കർത്താവിൻ്റെ വരവെന്ന് പറയുന്ന ആ ഉപദേശം ഒരു ഇൻസെൻറ്റീവായിട്ട് തന്നേക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്? ഗാഡ്ലിനെസ് ആൻഡ് ഹോളിനെസ്. വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനിയും അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സത്യത്തിൽ അവിടെ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ ആകാശം കൊടുമുഴക്കത്തോടെ എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകും. പിന്നെന്ത് ചെയ്യും? മൂലപദാർത്ഥങ്ങളൊക്കെ കത്തിയഴിയും. അപ്പം ഇതെല്ലാം അവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നോഹയുടെ പ്രളയത്തിങ്കിൽ അവർ നശിച്ചു പോയത് മനുഷ്യർ അവിടെ സംഭവിച്ചതുപോലെ എന്തുണ്ടാകും? നാശം ഉണ്ടാകും. പക്ഷെ അതുമല്ല ഇവിടെ പത്രോസ് ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സത്യത്തിൽ താൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താഗ്രഹിക്കുന്നു അങ്ങനെയുള്ളതാകുന്ന
വിശുദ്ധ ജീവനവും ഭക്തിയുടെയും ആ ഒരു ലൈഫ് സ്റ്റൈൽ അതെന്താണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് യേശു കർത്താവിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. കരുണയുള്ള, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, അങ്ങനെയുള്ളതാകുന്ന വിശുദ്ധ ജീവനവും ഭക്തിയും അത് യേശു കർത്താവിലാണ് കാണുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് സത്യത്തിൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ ആ കാര്യം ഒരിക്കലും നമ്മുടെ ആ ഫോക്കസ് മറന്നു പോകരുത്. നിശ്ചയമായിട്ടും ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ലോകവും അല്ലെങ്കിൽ ഈ ഭൂമിയും അതിലുള്ളതാകുന്ന പണികളും എന്തു ചെയ്യും? അതെല്ലാം വെന്തുപോകും. കർത്താവ് എന്തു ചെയ്യും? കർത്താവ് എന്തു ചെയ്യും? ഒരു പുതിയ ആകാശവും. സോ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുക. ഇപ്പം ഈ കാണുന്ന കാര്യങ്ങൾ എന്തു ചെയ്യും? അഴിഞ്ഞു പോവും. നിലനിൽക്കുന്ന ഒന്ന് എന്തു ചെയ്യും? സ്ഥാപിക്കും. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുക? അപ്പോൾ അവിടുത്തെ ആ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് വിച്ച് വിൽ ലാസ്റ്റ്. അതാ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന പണികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത്. പിന്നെ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ കാണുന്ന ഈ പണിയെല്ലാം എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകാനുള്ളതാ. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾ പേടിക്കണ്ട. എസ്കറ്റോളജി ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയാം. എന്നാൽ ആ പ്രധാനപ്പെട്ട സന്ദേശം ഒന്ന് മനസ്സിലാക്കിക്കേ. എന്താ പത്രോസ് പറയുന്നത്? ഇപ്പോഴുള്ള അങ്ങനെ അത് ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ പറഞ്ഞു, നമ്മൾ വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, എങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നേ? ഇങ്ങനെ. അപ്പൊ ഫോക്കസ് എന്താ? ഭൂമിയും പണികളും കത്തിയഴിയും. അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകണ്ട. അപ്പം അതെങ്ങനെയാ കത്തിയഴിയുന്നത്? അത് ഇപ്പം തന്നെ എന്തുമാത്രം ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യിൽ ഇത്ര ഉണ്ട്, റഷ്യയുടെ കയ്യിൽ ഇത്ര ഉണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടായിക്കോട്ടെ. ദാറ്റ് ഈസ് നോട്ട് അവർ ഫോക്കസ്. ദാറ്റ് ഈസ് നോട്ട് ദ ഫോക്കസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹിയർ. അതല്ല ഫോക്കസ്. പിന്നെന്താ ഫോക്കസ്? ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നതൊക്കെ എന്താ ചെയ്യാൻ പോകുക? അഴിയാൻ പോകുകയാ. സോ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് വിച്ച് ഈസ് സീൻ നൗ. പിന്നെ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മൾ നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും അപ്പൊ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഇവയൊക്കെയും കത്തി കഴിയാൻ പോകുക. സോ ഡോണ്ട് ബി ഫുളിഷ്. ഇത് കത്തി കഴിയാൻ പോകുക. ഇനി പിന്നെ പറയാൻ സമയം കിട്ടിയില്ല, ഇപ്പോഴങ്ങ് പറയട്ടെ. സോ ഇപ്പോഴാണ് ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി കൊടുക്കാണ്ട് കൊടുത്തോ, കൈ അയച്ച് കൊടുക്ക്. ഇടയ്ക്കങ്ങ് പറയാം, കാരണം ഒടുവിൽ ഈ പ്രബോധനം പറയാൻ സമയം കിട്ടിയില്ല എന്ന് ചോദിക്കുക. അതിനു വേണ്ടിയിട്ട് അങ്ങ് പറയാം. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ. അല്ലാതെ ഇപ്പം നമ്മൾ ഏറ്റവും മുന്തിയ ഒരു വാഹനം മേടിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോൾ നാട്ടിലെ കണക്കനുസരിച്ച് 15 വർഷമേ ഉള്ളൂ. മനസ്സിലാകണേ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അതേസമയം അതിൻ്റെ ഒരു 1/4 ഉണ്ട് എത്ര പേരുടെ കയ്യിൽ സുവിശേഷത്തിൻ്റെ പ്രതി എത്തിക്കാം, ഇല്ലേ? അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് വേണമെങ്കിൽ മേടിച്ചു, ഉപയോഗിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക്, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ദൈവം തന്നെങ്കിൽ ഉപയോഗിച്ചു.
നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷെങ്കിൽ മനസ്സിലാക്കുക, അതല്ല പ്രധാനപ്പെട്ട വിഷയം. ഞാനത് പണപരമാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. അതാ പത്രോസ് പറയുന്നത്, ഇവയൊക്കെയും കത്തി അഴിവാൻ ഉള്ളതാകയാൽ, ഇതൊക്കെ അഴിവാനുള്ളതാകയാൽ ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും, ലോങ്ങിങ് ഫോർ ദ ലോർഡ്സ് റിട്ടേൺ, കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും. എങ്ങനെയാ ബന്ധപ്പെടുത്താൻ കഴിയുന്ന? ദൈവത്തിൻ്റെ ദിവസം ബന്ധപ്പെടുത്താൻ കഴിയുമോ? മനുഷ്യൻ്റെ ഭാഷയെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, കർത്താവിൻ്റെ വരവ് കുറെ ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ പത്രോസ് പറയാൻ പറ്റുമെന്ന്. ആ നിലയിൽ, ആ അർത്ഥത്തിൽ ചിന്തിക്കുക. ഓഫ് കോഴ്സ് ദൈവം നിശ്ചയിച്ച സമയത്തെ അത് സംഭവിക്കത്തുള്ളൂ, അതിന് മാറ്റം വരികയില്ല. പക്ഷേ ഇവിടെ ഫ്രം അവർ പെർസ്പെക്റ്റീവ് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയുമെന്ന് പറയുക. അതാണ് ഇവിടുത്തെ എംഫസിസ്, മറന്നു പോകരുത്. അതാ എംഫസൈസ് ചെയ്യുന്നത്. ആ കാര്യമാണ് ഇവിടെ എംഫസൈസ് ചെയ്ത്. അപ്പോൾ ഇത് കത്തി അഴിയാനുള്ളതാണ്, വരാനുള്ളതാകുന്ന ഒരു പുതിയ ആ ദിവസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ആകാശത്തെക്കുറിച്ച്, ആ ഭൂമിയെക്കുറിച്ച് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയും. നമുക്ക് അല്പം വിശദമായിട്ട് ആ ഭാഗങ്ങളൊന്ന് മുൻപോട്ട് ചിന്തിക്കാം. ഒന്ന്, അതിൻ്റെ 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവ് ദയ കാണിക്കുന്നത് കൊണ്ടാണ്. പക്ഷെങ്കിൽ ദയ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അത് സംഭവിക്കുകയില്ല എന്ന് ചിന്തിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവ് എന്ത് ചെയ്യുകയാണ്? ദയ കാണിക്കുക. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അത് ദയ, എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദയ. പക്ഷെങ്കിൽ ഡോണ്ട് ടേക്ക് ഗാഡ്സ് മേഴ്സി, അതായത് കർത്താവിൻ്റെ ആ കരുണ, ദയ, അത് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇറ്റ് വിൽ കം. ഞാനത് ആ വേദഭാഗം ഒന്ന് ആഴമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്നുള്ളത് അതിൻ്റെ ആ ഒറിജിനൽ ലാംഗ്വേജിൽ, അതായത് ഗ്രീക്ക് ഭാഷയിൽ അത് എഴുതപ്പെട്ടപ്പോൾ നമ്മുടെ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിലല്ല അത് എഴുതിയത്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, എന്നാൽ മൂലഭാഷയിൽ അത് ആരംഭിക്കുന്നത് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നെങ്കിൽ, മൂലഭാഷയിൽ പറയുന്നത് വരും എന്നുള്ള എംഫസിസ് ആദ്യം പറഞ്ഞേച്ച് കർത്താവിൻ്റെ ദിവസം. ഡോണ്ട് തിങ്ക്, അതായത് ഇപ്പം ദയ കാണിക്കുകയാണ്, ചിലരുടെ മാനസാന്തരപ്പെടും, എന്നാൽ ചിന്തിക്കരുത് അത് വരികയില്ലെന്ന്. അല്ല, വരും, കർത്താവിൻ്റെ ദിവസം വരും എന്ന് പറയുക. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നിശ്ചയമായിട്ടും അത് സംഭവിക്കും എന്ന് പറയുക. പഴയ നിയമത്തിൽ ഈ ഒരു പദപ്രയോഗം നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്, കർത്താവിൻ്റെ ദിവസം എന്നുള്ളത്. കർത്താവിൻ്റെ ദിവസം എന്നുള്ളത് പഴയ നിയമ പ്രവാചകന്മാർ ഉപയോഗിച്ചത് പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ദിവസം എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ആ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഉടനെ തന്നെ സംഭവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇസ്രായേലിനോടോ അല്ലെങ്കിൽ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, അവരെ പീഡിപ്പിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ കർത്താവിൻ്റെ ദിവസം എന്ന പദപ്രയോഗം പഴയ നിയമത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. എന്നാൽ വരുവാനുള്ള കാലഘട്ടത്തെക്കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ ദിവസത്തെക്കുറിച്ചും പറയുമ്പോൾ
ഉദാഹരണത്തിന് യെശയ്യാവ് 13-9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആ ദൈവിക ശിക്ഷാവിധി, ന്യായവിധിയെക്കുറിച്ച്, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ അനേക വേദഭാഗങ്ങളുണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 46:10, 46:10, എസെക്കിയേൽ 13:5, 13:5, 30:3 തുടങ്ങി അനേക വേദഭാഗങ്ങളുണ്ട്. ആമോസിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. പുതിയ നിയമത്തിലും ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2:20 നമ്മളത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:14, 1 തെസ്സലോനിക്കർ 5:2. വേണമെങ്കിൽ ആ വേദഭാഗം മാത്രം ഒന്ന് വായിച്ചു. 1 തെസ്സലോനിക്കർ 5:2. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 5:2. നോക്കുക, കർത്താവിൻ്റെ നാൾ വരുന്നു. ഇവിടെ പറയുന്ന അതേ അർത്ഥത്തിലാ. കള്ളൻ രാത്രിയിൽ വരും പോലെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ, വരുമോ വരാതിരിക്കുമോ എന്ന അർത്ഥത്തിലല്ല. കാരണം അത് തെസ്സലോനിക്ക ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 മെറ്റഫേഴ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച്, കർത്താവിൻ്റെ നാളിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെ. അടുത്ത വാക്യങ്ങളിൽ എന്നാ പറഞ്ഞേക്കുന്നതെന്നറിയാമോ? തെസ്സലോനിക്ക ലേഖനത്തിൽ അതുകൂടെ ഒന്ന് വായിച്ചു. അവർ സമാധാനമെന്നും നിർഭയമെന്ന് പറയുമ്പോൾ 2 മെറ്റഫേഴ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളം വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാതിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ടല്ല, അതുകൊണ്ട് നിർത്തുന്നില്ല. കർത്താവ് ഇതേ ആശയം അല്ലെങ്കിൽ ഇതേ അലങ്കാര പ്രയോഗം, സാദൃശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇതൊരു ആബ്സല്യൂട്ട് സർട്ടനിറ്റി ആയിട്ടാണ്, നിശ്ചയമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ആ അൺഎക്സ്പെക്റ്റഡ്നെസ്സിനെ, അപ്രതീക്ഷിതമായി അത് സംഭവിക്കും എന്നുള്ളതിന് ഒരു സൂചന നൽകുന്നത്, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞേച്ച് ആ സാദൃശ്യം കൊണ്ട്, അല്ലെ ആ രൂപാലങ്കാരം കൊണ്ട് നിർത്തുന്നില്ല. എന്നിട്ട് പറയാം, ഗർഭിണിക്ക് പ്രസവവേദന എന്ന് പറഞ്ഞാൽ അത് സർട്ടനാണ്, പക്ഷെ എപ്പോഴാന്ന് അറിയത്തില്ല. സർട്ടനാ, അത് നിശ്ചയമായി സംഭവിക്കുന്ന കാര്യമാണ്, പക്ഷെ അറിയില്ല എന്നതുപോലെ അത് അബ്സല്യൂട്ട്ലി, പൂർണ്ണമായിട്ടും അത് നിശ്ചയമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെങ്കിൽ എപ്പോഴെന്ന് അറിയുന്നില്ല. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അപ്പം നിശ്ചയമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ് ആൻഡ് ആഫ്റ്റർ ദിസ് ടു ഫേസ് ദ ജഡ്ജ്മെൻറ്റ്. എബ്രായ ലേഖനം 9:27. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോയിൻറ്റഡ്, മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. എന്നാൽ പത്രോസ് ഇവിടെ പറയുന്ന ആ കാര്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ ഇതേ നിലയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ അധ്യായം 30-31. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവിടുന്ന് ഒരു ദിവസത്തെ നിശ്ചയിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ്
നൽകിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് മടങ്ങി വരും എന്നുള്ളതിൻ്റെ ഉറപ്പെന്താ? ലുക്ക് അറ്റ് ദ എംപ്റ്റി ടൂം ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ ഒഴിഞ്ഞ കല്ലറ നോക്കാൻ. കർത്താവിനെ എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. അത് ഡിസ്പ്യൂട്ട് ചെയ്യുവാനാകാത്ത സത്യമാ എല്ലാ നിലകളിലും. അപ്പോൾ അത് സംഭവിച്ചു എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്ത്? കർത്താവിൻ്റെ വരവ് സംഭവിക്കും. അത് കള്ളനെ പോലെ വരും. അൺഎക്സ്പെക്റ്റഡ് ആണ്, പക്ഷെങ്കിൽ അത് നിശ്ചയമായി സംഭവിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവും ഇതേ കാര്യം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24:42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഈ ഒരൊറ്റ സന്ദേശമാണ് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്. മറ്റൊന്നുമല്ല. നിങ്ങളും എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിപ്പീൻ, അല്ലെ ഉണർന്നിരിപ്പീൻ. ഇത് തന്നെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ നിശ്ചയമായിട്ടും അത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ഉണർന്നിരിപ്പാനുള്ളതാകുന്ന ഒരു ആഹ്വാനം, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതം വരുവാനുള്ളതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ആഹ്വാനം ഇവിടെ നൽകുകയാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുന്നു. എന്നാൽ നാം അവിടുത്തെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അവിടെ നമ്മൾ ഈ ഒരു വേദഭാഗം എടുത്തിട്ട് പല ആൾക്കാരും പല വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട്. ഞാൻ ഒന്ന് നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്യുന്നില്ല, വിഷയം തന്നെയാണ്, എങ്കിലും ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതായത് ഈ വേദഭാഗം എടുത്തിട്ട് ക്രിസ്തീയ ഗോളത്തിൽ തന്നെ പല പഠിപ്പിക്കലുകളുണ്ട്. അതിലൊരു പഠിപ്പിക്കൽ എന്താണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുക. അതായത് ഇവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പ്ലെയിൻ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ, ഈ വേദഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്നു, ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തുപോകുന്നു. പിന്നെ ഉടനെ സംഭവിക്കുന്നത് എന്താ? പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ കോളത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നു, അതിനോടനുബന്ധമായിട്ടുള്ള ആ വലിയ ജഡ്ജ്മെൻറ്റ് നടക്കുന്നു. അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി, ഇറ്റേണൽ സ്റ്റേറ്റ്, ആ നിത്യത. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ക്രിസ്തീയ ഗോളത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രധാനമായിട്ട് 3 ചിന്താഗതികളുണ്ട്. അത് എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഒന്ന്, പ്രീ മില്ലേനിയസം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവിക്കുന്ന, അതായത് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യുന്ന ആ സംഭവം എന്നുള്ളത് 1000 ആണ്ട് വാഴ്ചയുടെ ശേഷം സംഭവിക്കുന്ന അവസാനം പിശാചിനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു. അന്ന് ഭൂമിയിലുള്ളവരെ അവൻ വീണ്ടും വഞ്ചിക്കുന്നു. ആ പ്രത്യേക സമയം അതിനോടുള്ള ബന്ധത്തിൽ ആ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ള സിംഹാസനത്തിങ്കലുള്ള ന്യായവിധി, അവസാനത്തെ പുനരുത്ഥാനം,
ഏറ്റവും അവസാനത്തെ പുനരുത്ഥാനം, അതിൻ്റെ ശേഷം നിത്യത, പുതിയ ആകാശം പുതിയ ഭൂമി. അത് സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. അവരെടുക്കുന്ന ഒരു ടെക്സ്റ്റാണ് സത്യത്തിൽ ഇത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്ന ആ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം വരുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയുന്നു, ഭൂമി അതിലുള്ള പണികളും വെന്തു പോകുന്നു, അതിൻ്റെ ശേഷം എന്താ? നിത്യത, പുതിയ ആകാശം പുതിയ ഭൂമി. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റ് വേദഭാഗങ്ങളിലൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് നിശ്ചയമായിട്ടും ഈ ഭൂമിയിൽ നിത്യതയുടെ ഒരു നല്ല മാനിഫെസ്റ്റേഷൻ നൽകുന്ന 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് 3 ചിന്താഗതിയാണ്. പ്രീ മില്ലേനിയസം എന്ന് പറയുന്നു, പോസ്റ്റ് മില്ലേനിയസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതായത് ഈ 1000 ആണ്ട് വാഴ്ച എന്നൊക്കെ പറയുന്നത് ഒരു സ്പിരിച്വൽ സ്റ്റേറ്റാണ്. സുവിശേഷം നിമിത്തം ഒരുപാട് പേര് മാനസാന്തരപ്പെടുന്നതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ചിന്തയാണെന്നൊക്കെ പഠിപ്പിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, ഇനി 1000 ആണ്ട് വാഴ്ചയെന്ന് പറയുന്ന ഒന്ന് സംഭവിക്കുന്നേ ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ വരവും ന്യായവിധിയും നിത്യതയും എന്ന് മാത്രം പഠിപ്പിക്കുന്നവരുണ്ട്. അവരൊക്കെ എടുക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്ന് ഞാനൊന്ന് സന്ദർഭവശാൽ പറഞ്ഞെന്നേ ഉള്ളൂ. എനിവേ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അനേക വേദഭാഗങ്ങൾ നമ്മൾ ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വരവും അതിൻ്റെ ശേഷമുള്ളതാകുന്ന 1000 ആണ്ട് ട്രിബുലേഷനെ കുറിച്ചുള്ള വിഷയം ഞാൻ തൽക്കാലം ഒഴിവാക്കുക, പീഡനകാലത്തെക്കുറിച്ച്. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത, മില്ലേനിയൽ റൂള്, 1000 ആണ്ട് വാഴ്ച, അതിന് ശേഷമുള്ളതാകുന്ന അന്ത്യ ന്യായവിധി, നിത്യത, ആ ഒരു ക്രമമാണ് ദൈവവചനത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. അനേക വേദഭാഗങ്ങൾ അതിന് തെളിവായിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം, അതുപോലെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല വെളിപ്പാട് 20:9 ആ ഫൈനൽ റിബല്യൻ സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ വിഷയമൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണം. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും. ഭൂമിയും അതിലുള്ള പണികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സകല പണികളും എന്തു ചെയ്യും? വെന്തുപോകും. സത്യത്തിൽ അപ്പോസ്തലനാകുന്ന പത്രോസ് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു, ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും. നോക്കുക, അതിനുശേഷം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അതിനെ നമ്മൾ കാണുന്നു, 11-ാം വാക്യത്തിൽ അതിനെ കാണുന്നു. എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? നിശ്ചയമായും സംഭവിപ്പാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇതേ ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ തീ കൊണ്ടതിനെ ശോധനയും, അത് നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 15-ാം വാക്യം, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ സകല പണികളെയും ശോധന ചെയ്യുന്ന തീയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന തീയെന്ന് പറയുന്നത് ന്യായവിധിയുടെ തീയാണ്. ന്യായവിധിയുടെ തീയാണ്. അതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട്
ഇവിടെയുള്ളതാകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ? ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇതെല്ലാം അഴിവാനുള്ളതാണ് എന്ന കാര്യമാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഹഡ്സൺ ടൈലറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. അതിങ്ങനെയാണ്: ഓൺലി വൺ ലൈഫ് ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ഓൺലി വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഓൺലി വൺ ലൈഫ് ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ഓൺലി വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ഇവിടെ ഉള്ള എല്ലാ പണികളും വെന്തുപോകും. പക്ഷേ വെന്തുപോകാത്ത പണി ഏതേ ഉള്ളൂ? കർത്താവിന് വേണ്ടി ചെയ്ത പണിയേ ഉള്ളൂ. അപ്പം ഈ കാണുന്നത് അഴിഞ്ഞു പോകും. വരാനുള്ളത് നിലനിൽക്കുന്ന രാജ്യമാണ്. ആ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ മക്കളായി ഇന്ന് ഈ അഴിഞ്ഞു പോകുന്ന രാജ്യത്ത് നിലനിൽക്കുന്നവരാണ് ആര്? ബുദ്ധിയുള്ളവർ. അതാ പത്രോസ് ഇവിടെ പറയുന്നത്. ഭൂമിയും അതിലുള്ള പണികളും എന്ത് ചെയ്യും? വെന്തഴിയും. എന്നാൽ നാം, 13-ാം വാക്യം അതാ വായിക്കുന്നത്. എന്നാൽ നാം, അങ്ങനെയല്ലേ വായിക്കുന്നേ? എന്നാൽ നാം, അതിന് വലിയ അർത്ഥമുണ്ട്. ആ പദപ്രയോഗത്തിന് വലിയ അർത്ഥമുണ്ട്. ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തഴിയാനുള്ളതാ. എന്നാൽ നാം ഇപ്പം ഇവിടെ ഈ അഴിയുന്ന ഭൂമിയിൽ, ഈ നശ്വരമാകുന്ന പണികളുള്ള ഈ ഭൂമിയിൽ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുമ്പോൾ, ആ ലോകത്തിൻ്റെ പ്രമാണമനുസരിച്ച് ആ ലോകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആ ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ഇവിടെ ജീവിക്കുക. അതാണ് പത്രോസ് പറയുന്നത്. എന്നാൽ നാം എന്ത് ചെയ്യണം? എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അതാണ് സത്യത്തിൽ പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. നിലനിൽക്കുന്ന ഒരു പണിയേ ഉള്ളൂ. ഏത് പണിയാ? വരാൻ പോകുന്ന പുതുവാന ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പണിയാണോ ഇപ്പം ചെയ്യുന്നത്? ആ പണി നിലനിൽക്കും. ബാക്കി എല്ലാ പണികളും എന്ത് ചെയ്യും? അഴിഞ്ഞു പോവും. എല്ലാം അഴിഞ്ഞു പോവും. എല്ലാ പണികളും അഴിഞ്ഞു പോവും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയെല്ലാം അഴിഞ്ഞു പോകും. നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ വേണം, എല്ലാം നല്ലത് തന്നെ. അതൊന്നും ദൈവവചനം നോ എന്ന് പറയുന്നുമില്ല. എന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എത്ര വിശുദ്ധ ജീവനവും എത്ര ഭക്തിയുമുള്ളവർ ആയിരിക്കണം. ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. ആ കാര്യം, ഗോഡ്ലിനെസ്. അതുകൊണ്ടാണ് ദൈവഭക്തിയോ ഇപ്പോഴുള്ളതിനും പിന്നെ വരുവാനുള്ളതിനും, ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. പൗലോസ് പറയുന്നത് ദൈവഭക്തി എന്നുള്ളത് എന്താണ്? ഇപ്പോഴത്തേതിനും വരുവാനുള്ളതിനും പ്രയോജനം ഉള്ളതാ. നമ്മൾ വായിച്ചേ തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 6, 7, 8. ആ ആ യെസ് ആ ആ ആ നോക്കണം. അവിടെ നമ്മൾ വായിക്കണം. ഈ കാര്യം നീ സഹോദരന്മാരെ എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കണം.
ഏത് കാര്യമാണെന്നുള്ളത് നമ്മൾ താഴോട്ട് മുകളിലോട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറയുക, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ നല്ല ശുശ്രൂഷ, ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം ട്രെയിൻ യുവർസെൽസ് ടു ഗോഡ്ലിനെസ്. നീ ദൈവഭക്തിക്ക് നോക്കണം. ഈ ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ബൈബിൾ ക്ലാസ് ഇമ്പോർട്ടൻ്റാണ്. ബൈബിൾ ക്ലാസ്സിൻ്റെ അപ്പുറത്ത് വേറെ ഏതാണ്ട് ഒന്നെന്നൊക്കെ പറയുന്നത് തെറ്റാ, ശുദ്ധ മണ്ടത്തരമാണ്, തെറ്റാണത്, വലിയ പ്രമാദമായ കുറ്റമാണത്. നോ, അങ്ങനല്ല. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ്, എന്നാൽ ദൈവഭക്തിയോ. അതുകൊണ്ടാണ് ഈ ദൈവഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഉപദേശത്തിൻ്റെ ആവശ്യകത. ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കല്ലേ 7 ഉപദേശം അല്ലെ 3 ഉപദേശം എന്നൊക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഉപദേശം. അത് മാത്രമൊന്നുമല്ല ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്, ഉപദേശം. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അങ്ങയോടുള്ള ഭക്തിയെ അങ്ങയോടുള്ള ഭക്തിയെ നിവർത്തിക്കുന്നതായ തിരുവചനത്തെ അടിയന്, അങ്ങയോടുള്ള ഭക്തിക്കൊത്തതാകുന്ന ഉപദേശമെന്ന് നമ്മൾ വായിക്കുന്നു. ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനം, ഭക്തിക്കൊത്ത ഉപദേശം. യെസ്, നോക്കണം. അങ്ങയോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ അങ്ങയുടെ വചനത്തെ അടിയൻ എന്ത് ചെയ്യണേ? നിവർത്തിക്കണമേ. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഇത് ജീവിച്ചിരുന്നയാള്, അത് ആ സങ്കീർത്തനം എഴുതിയയാള് ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്നയാളാ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം 1, 2, 3 എന്നുള്ള ചട്ടങ്ങളല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ പ്രമാണമായിരുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, അങ്ങയുടെ വചനം എൻ്റെ അണ്ണാക്കിനെന്താ ഭയങ്കര മധുരമാണ്. അങ്ങയുടെ വചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണ്, അത് തേൻകട്ടയേക്കാളും മധുരമാണ് അങ്ങയുടെ ന്യായപ്രമാണം. നോക്കുക, അങ്ങയോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വചനത്തെ അടിയൻ എന്ത് ചെയ്യട്ടെ? നിവർത്തിക്കണമേ. ദൈവം വചനം പഠിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. ഭക്തിവിരുദ്ധമാകുന്ന കിഴവിക്കഥകളെ എന്ത് ചെയ്യേ? ചവിട്ടുകൊട്ടയിലോട്ടിട്, ഉപേക്ഷിക്കതിനെ. അത് സെൻസേഷനലൈസ് ചെയ്യുന്നതാ, അത് ഇളക്കുന്നതായിരിക്കും, പക്ഷെ അത് ജങ്ക് ഫുഡാ. അത് ടേസ്റ്റ് തരുന്നതായിരിക്കും, പക്ഷെ അത് ജങ്കാണത്. ഈ കാലത്ത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം ജങ്കാ. ജങ്ക് ഫുഡ് ഇഷ്ടമായതുകൊണ്ട് നല്ല മീൻകറിയും നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണമൊക്കെ കൊടുത്താൽ പിള്ളേർക്ക് എന്താ വേണ്ട. നമ്മുടെ ഇടയിൽ എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട്, പുട്ടും പഴം മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ശീലിപ്പിക്കുന്ന മാതാപിതാക്കന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റേത് കൊടുക്കാതെ, കാരണം അതിൻ്റെ രുചി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി. ജങ്ക് ഫുഡ് അത് എളുപ്പമാ, പെട്ടെന്ന് ടേസ്റ്റും വരുന്നതാ. കാരണം അതിനകത്ത് പറയുന്ന അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത്ര നമ്മുടെ ആ ടേസ്റ്റ് ബഡ്സിന് ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ അത് ജങ്കാ. വെറുതെ ചീർത്തു വരത്തേ ഉള്ളൂ, ചീർത്തു വരും, ആരോഗ്യം ഉണ്ടാകുകയില്ല. പെട്ടെന്ന് കാണും. ചീർത്തു വരുന്നത് കൊണ്ട് ഇവിടെയൊക്കെ ഇരിക്കാൻ ആള് 3 പേരിരുന്ന് കഴിഞ്ഞാൽ 4 പേരാന്ന് തോന്നും. ചീർത്തു വരിക, സ്പിരിച്വലിയാണ് ഞാൻ പറയുന്നേ. പക്ഷെങ്കിൽ അതല്ല വിഷയം, ആരോഗ്യമാ വിഷയം. അതിനെന്താ വേണ്ടത്? ദൈവവചനമാണ് വേണ്ടത്. സോ ഗോഡ്ലിനെസ് പ്രൊമോട്ടിംഗ് ഡോക്ട്രിൻ, പ്രീച്ച് ഇറ്റ്. ആള് വേണ്ട, ആള് കേൾക്കാനില്ല, വേണ്ട വേണ്ട, കുറച്ച് പേര് മതി. പക്ഷേ പ്രീച്ച് ഗോഡ്ലിനെസ് പ്രൊമോട്ടിംഗ് ഡോക്ട്രിൻ.
കാരണം ഇപ്പോഴുള്ളതിന് വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? നീതി വസിക്കുന്ന പുതിയ ആകാശനും പുതിയ ഭൂമിക്കും വേണ്ടി. അതെവിടാ? ഇവിടെ തന്നെയാ. അത് മറന്നു പോകരുതേ. നിങ്ങളവിടെ വായിച്ചു നോക്കിയേ, ഇപ്പോഴത്തെ ആകാശം എന്തിനു വേണ്ടിയിട്ടാ? പക്ഷേ there will come a day, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. നമുക്ക് ഹെവനെ കുറിച്ചുള്ള ആ സങ്കല്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർട്ടൂണിൽ കാണുന്ന സങ്കല്പങ്ങളാണ്. ഈ ക്ലൗഡിൻ്റെ മണ്ടയ്ക്ക്, ഈ വലിയ മേഘത്തിൻ്റെ മണ്ടയ്ക്ക് വെള്ളമൊക്കെ ഇട്ട് തലയിൽ ഒരു കിരീടം വെച്ചൊരു കിന്നരമൊക്കെ പിടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണെന്നാ സ്വർഗത്തിലുള്ളതെന്നാ നമ്മുടെ ചിന്ത. പക്ഷെ അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്താ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? നീതി വസിക്കുന്ന പുതിയ ആകാശം ഇവിടെ തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്യാൻ പോകുക? ഇതിനെ റിനോവേറ്റ് ചെയ്യാൻ പോകുക. അതിൻ്റെ ക്രോണോളജി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ടൈം ഇന്നത് എപ്പോഴും, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇതേ ഉള്ളൂ, അത് സംഭവിക്കുമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുക, അത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും, ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്. എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? പൗലോസ് പറയുന്നുണ്ട്, അതിനെ കാത്തിരിക്കുന്ന, അതിനെ ലോങ് ചെയ്യുന്ന ചിലരെക്കുറിച്ച്. 2 തിമോഥെയോസ് 4:8 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പ്രത്യക്ഷതയിൽ, എനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച those who love the appearing of the Lord, those who loving the appearing of the Lord. അവിടെ നമ്മൾ വായിക്കുന്നു, ചിലർ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയെന്ന് പൗലോസ് പറയുന്നു. പക്ഷേ പൗലോസ് പറയാ, നോ, ഞാൻ എന്ത് ചെയ്യുക? ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് നീതിയുടെ കിരീടം വെച്ചേക്കുക. പക്ഷേ എനിക്ക് അത് ആ ദിവസത്തിൽ, കർത്താവിൻ്റെ ആ ദിവസം വരിക, അന്ന് എനിക്ക് കർത്താവ് തരും. പക്ഷേ എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച, ലവിങ് ദ അപ്പിയറിംഗ് ഓഫ് ദ ലോർഡ്, ലവിങ്. ഡു വി ലവ്? അതാ വിഷയം. ഡു വി ലവ്? നമ്മൾ അതിനെ ലവ് ചെയ്യുന്നുണ്ടോ? നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് ലൈറ്റില്ല. നിശ്ചയമായിട്ടും പാപികളുടെ മേൽ ശിക്ഷയൊക്കെ വരും. പക്ഷേ അതല്ല ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കാത്തിരിക്കുകയാണ്, അതിനെ എന്ത് ചെയ്യുക? അതിനെ ബന്ധപ്പെടുത്തുക. എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? കർത്താവ് നമുക്ക് ഒരു പക്ഷേ അതിനെ വിശദീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം 24:14 രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അപ്പോൾ അവസാനം വരും. അതുമാത്രമല്ല, ഒരു വേദഭാഗം കൂടെ നമ്മളൊന്ന് വായിച്ചേ, അതൊന്ന് എടുത്തു വായിച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോസ്തല, ഞാൻ ഇപ്പം തന്നെ അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3:19-21 വരെ അവിടെ പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന ഒരു കാര്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 3:19-21 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് ഇപ്പം മാനസാന്തരപ്പെടുക. അതല്ലേ മുകളിൽ നമ്മൾ കണ്ടത്? ചിലരൂടെ മാനസാന്തരപ്പെടണമെന്ന് ഓർത്തിട്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുക. അപ്പോൾ ഇവിടെ പറയുക, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അനുതപിച്ച് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. നോക്കണം, അത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. എന്താണ് ആശ്വാസകാലം? അടുത്ത വാക്യം. നിങ്ങൾക്ക് ആശ്വാസകാലം എന്താ? നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ക്രിസ്തുവാകുന്ന യേശുവിനെ ദൈവം എന്ത് ചെയ്യും? അയക്കുകയും ചെയ്യും. The more we repent, the more we turn to God, the more we are hastening the coming of the Lord. അതാ മെസ്സേജ് അല്ലേ? നമ്മൾ റിപ്പൻറ്റ് ചെയ്യുന്തോറും, പാപികൾ മാനസാന്തരപ്പെടും തോറും, അനേകരുടെ രക്ഷയിലേക്ക് വരും തോറും കർത്താവിൻ്റെ വരവെന്തോ ഇരിക്കുക, അടുത്തുകൊണ്ടിരിക്കുക.
അതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ബന്ധപ്പെടുത്തുക. കാരണം വി ആർ ലുക്കിംഗ് ഫോർ എ ഡേ. കർത്താവിൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നീതി വസിക്കുന്നതാകുന്ന ഒരു പുതിയ ആകാശവും പുതിയ. അപ്പോൾ ഹെവൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ചിത്രമല്ല മനസ്സിൽ വരേണ്ടത്. റിയൽ, മോർ റിയൽ ദാൻ ദിസ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നില്ല ഇവിടെ, നമ്മൾ റിയലാ. ഫ്ലഷ് ആൻഡ് ബ്ലഡിൽ ഇപ്പം ഇരിക്കുക, റിയലാ. ഇതിനേക്കാളുള്ള റിയാലിറ്റിയാ, റിച്ചർ ആൻഡ് ഫുള്ളർ എക്സ്പീരിയൻസ് ആ ഹെവൻ. അതെവിടാ സംഭവിക്കാൻ പോകുന്നത്? ഓഫ് കോഴ്സ് 1000 ആണ്ട് വാഴ്ച എല്ലാം ഉണ്ട്. എന്നാൽ ആ ഫൈനൽ ഇറ്റേണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അത് തന്നെയല്ലേ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. വെളിപ്പാട് 21 ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം റോമാലേഖനത്തിലുള്ള ആ വാക്യങ്ങളൂടെ ചേർത്ത് വായിക്കുമ്പോഴത് മനസ്സിലാക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം, ഇവിടെ പത്രോസ് അതിനെ പറയും. ഒന്നാമത്തെ എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. പുതിയ ആകാശവും പുതിയ. റോമർ 8:20 മുതൽ നമ്മൾ വായിച്ചാൽ, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമേ. സർവ്വ സൃഷ്ടിയും ഇന്ന് പോലെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. സൃഷ്ടി ഞരങ്ങുന്നു. താഴോട്ട് വായിക്കുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമും എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അതിൻ്റെ താഴോട്ട് വായിക്കുന്നു, ആത്മാവുദാനം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. നോക്കിക്കേ, സൃഷ്ടി ഞരങ്ങുന്നു, നമ്മൾ ഞരങ്ങുന്നു, ആത്മാവുദാനം ഞരങ്ങുന്നു. എന്താ? ഈ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഹെവൻ, സ്വർഗം. അത് സംഭവിക്കുക, ആ ലിറ്ററലായിട്ടുള്ള അത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴുകാം. ആ രാജ്യത്തിൻ്റെ മക്കളായിട്ട് ഇന്ന് ഇവിടെ അഴിഞ്ഞു പോകുന്ന ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അതിനുള്ള കൃപ ദൈവം തരേണ്ടതിന് ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക്